എല്ലാ SSLC വിദ്യാർത്ഥികൾക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മക്കളെ, നിങ്ങൾ ഈ ഒരു ഇക്വേഷന് മുമ്പ് കണ്ടിട്ടുണ്ട്, V = I റൂംസ് ലോ എന്നൊക്കെ നിങ്ങൾ വിളിച്ച സാധനം. പക്ഷേ ഇതിൻ്റെ അർത്ഥം ശരിക്കും എന്താണ്? അതായത് വോൾട്ടേജ് കൂട്ടുമ്പോൾ കറണ്ട് കൂടുന്നതാണോ? കറണ്ട് കൂടുമ്പോൾ വോൾട്ടേജ് കൂടുന്നതാണോ? നീ വോൾട്ടേജ് കൂടുമ്പോൾ റെസിസ്റ്റൻസും കൂടുമോ? കറണ്ട് കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയുമോ? റെസിസ്റ്റൻസ് കൂടുമ്പോൾ അപ്പം ഇതിന് ശരിക്കും ഒരു അണ്ടർസ്റ്റാൻഡിങ്, എന്താണ് ശരിക്കും റിയാലിറ്റിയിൽ ഇവിടെ സംഭവിക്കുന്നതിൻ്റെ കറക്റ്റായുള്ള അണ്ടർസ്റ്റാൻഡിങ് പ്ലസ് അതിൻ്റെ ഒരു ഫീല്, അതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഇത് പരീക്ഷയിൽ വരുമോ എന്നൊക്കെ ചോദിച്ചാൽ ഇക്വേഷൻ വെച്ചുള്ള ക്വസ്റ്റ്യൻസ് പരീക്ഷയിൽ വരും. പക്ഷേ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇപ്പോൾ പരീക്ഷയിൽ വരില്ല. അപ്പോൾ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ആണ് സ്കിപ്പ് അടിക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാക്കാനാണ് എന്താണ് റിയാലിറ്റി, ഇക്വേഷൻ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാനാണെങ്കിൽ ഈ വീഡിയോ മുന്നോട്ട് കാണാം. ഓൾസോ ഇതുപോലത്തെ ഫിസിക്സിൻ്റെ ഫീല് മനസ്സിലാക്കിക്കൊണ്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ, നിങ്ങളിത് എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമുക്ക് അങ്ങനെ തന്നെ വേറെ തന്നെ ഒരു സീരീസ് ചെയ്യാം. പരീക്ഷയുടെ മൈൻഡൊക്കെ വിടാം, അത് വേറെ പഠിക്കാൻ വേണ്ടിയിട്ട്. അതല്ലാത്ത ഫിസിക്സ് പഠിക്കാൻ വേണ്ടിയിട്ട് പുതിയ സീരീസ് എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾക്കും കൂടെ വേണമെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നല്ലൊരു കമൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെപ്പറ്റി ചിന്തിക്കാം. അപ്പം ഈ ഇക്വേഷൻ്റെ അർത്ഥം എന്താണ്? അതിന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ആക്ച്വൽ സർക്യൂട്ടിലേക്ക് നമുക്ക് പോവാം. എനിക്ക് ആക്ച്വലി സർക്യൂട്ട് ഒന്നും ഇവിടെ കൊണ്ടുവന്ന് ഇലക്ട്രോൺസ് ഒന്നും കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു സിമുലേഷൻ എടുത്തിട്ടുണ്ട്. ഇത് ആക്ച്വൽ റിയാലിറ്റിയാണ് ഏതാണ്ട് കാണിക്കുന്നത്. അപ്പോൾ ഒരു ബാറ്ററി ഉണ്ട്. നിങ്ങൾ ചിലപ്പം നിങ്ങളൊന്ന് സൂമൊക്കെ ചെയ്ത് നോക്കാൻ പറ്റുമെങ്കിൽ നോക്കുക, അല്ല വലിയ സ്ക്രീൻ കാണാൻ വേണ്ടി നോക്കുക, കാരണം ഇതൊക്കെ ചെറുതാണ് കുറച്ച്. എനിവേ, ഒരു ബാറ്ററി ഉണ്ട്, വയറുണ്ട്, ബൾബുണ്ട്. ഈ ബൾബ് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു സർക്യൂട്ടിൽ നമ്മൾ റെസിസ്റ്റൻസ് വെച്ച് കാണിക്കില്ലേ, ഒരു ഇങ്ങനെ വെച്ചുള്ള റെസിസ്റ്റൻസ് കാണിക്കും. ഏറ്റവും ഈസി ആയിട്ട് കോമൺ ആയിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള റെസിസ്റ്റൻസ് എന്താണ്? ഒരു ബൾബാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ബേസിക്കലി ആർക്കും റെസിസ്റ്റൻസ് ആവടോ, ഒരു മെറ്റൽ പീസിന്, കോപ്പർ വയറിനും ഒക്കെ റെസിസ്റ്റൻസ് ആവും. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മെറ്റീരിയൽ, അത്രേ ഉള്ളൂ. ഓക്കെ, സാധാരണഗതിയിൽ കറണ്ട് പാസ് ചെയ്ത് പോകുന്ന മെറ്റീരിയൽ ആയിരിക്കണം. അപ്പോൾ നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഒരു പേപ്പർ കഷ്ണം എടുത്തിട്ട് റെസിസ്റ്റൻസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ആ സർക്യൂട്ടിൽ കറണ്ട് പോവില്ല. അപ്പം റെസിസ്റ്റൻസ് ആയിട്ട് അതിനെ ഉപയോഗിക്കുന്നതിൽ കഥയില്ല, കാരണം കറണ്ടേ പോവില്ല. ഓക്കെ, അപ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യാൻ അനുവദിക്കുന്ന ഏത് മെറ്റീരിയലും എന്താണ് റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ നമ്മളൊരു ബൾബ് ഉപയോഗിച്ചിട്ട് ബൾബിൻ്റെ റെസിസ്റ്റൻസ് 10 ഓം എന്നൊക്കെ അവർ പറയുന്നുണ്ട്. ബാറ്ററിയുടെ വോൾട്ടേജ് 8 വോൾട്ടാണെന്ന് പറയുന്നുണ്ട്. ഇതും വയറൊക്കെ വെച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ച കാര്യം എന്താണ്, ആ വയറിലും ബാറ്ററിയിലും ബൾബിലും ഒക്കെ എന്തുണ്ട്, ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ, കറണ്ട് എങ്ങനെ ഒഴുകുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറ്റൊരു വീഡിയോ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ബേസിക്കലി എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ കുറേ ഇലക്ട്രോൺസ് ഓൾറെഡി ഉണ്ടായിരുന്നു, ഫ്രീ ആയിട്ടുള്ള ഇലക്ട്രോൺസ്, ഒഴുകാൻ വേണ്ടി റെഡി ആയി കിടക്കുന്ന ഇലക്ട്രോൺസ് ഉണ്ടായിരുന്നു. ബാറ്ററി വന്നപ്പോൾ എന്ത് ചെയ്തു, ബാറ്ററി അവരെല്ലാവരും ഉന്തി, ഈ പൊടാന്ന് പറഞ്ഞ് ബാറ്ററി എന്ത് ചെയ്യുക, ഇലക്ട്രോൺസ് ഇങ്ങനെ കറക്കണം. ഇലക്ട്രോൺസ് ഇങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ നമ്മൾ പൊതുവേ പറയും കറണ്ട് ഇങ്ങനെയാണ്. പക്ഷേ ബേസിക്കലി മനസ്സിലാക്കേണ്ടത് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ അവിടെ കറണ്ട് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ കറണ്ട് ഇവിടെ ഉണ്ടോ? യെസ്. അതിന് കാരണം എന്താണ്? ഇലക്ട്രോൺസ് ഉള്ളതുകൊണ്ടല്ല. ഇലക്ട്രോൺസ് പണ്ടേ ഉണ്ടായിരുന്നു, ഫ്രീ ആയിട്ട് ഇലക്ട്രോൺസ് വെറുതെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു റെഡി ആയിട്ട് വയറിൽ. അപ്പോൾ കറണ്ട് ഉണ്ടായിരുന്നില്ല. കറണ്ട് എപ്പോഴാണ് ഉള്ളത്? ഇലക്ട്രോൺസ് മൂവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഇവിടെ കറണ്ട് ഉണ്ട്, കാരണം ബാറ്ററി വന്നു, ബാറ്ററി ഒരു വോൾട്ടേജ് കൊടുത്തു. ഇനി എൻ്റെ ചോദ്യം, ഈ ബാറ്ററിയുടെ വോൾട്ടേജ് 8 വോൾട്ടിൻ്റെ ബാറ്ററിയാണ് ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്. ഞാൻ അതിന് പകരം ഒരു 20 വോൾട്ടിൻ്റെ ബാറ്ററി കൊണ്ടുവച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക? അപ്പോൾ നിങ്ങൾ പറയും, സാർ കറണ്ട് കൂടും. എൻ്റെ ചോദ്യം, കറണ്ട് കൂടുക ഇക്വേഷൻ പ്രകാരം അങ്ങനെ, അത് കോൺസെപ്റ്റ്, തിയറട്ടിക്കൽ കോൺസെപ്റ്റ്. ഇവിടെ ഇലക്ട്രോൺസിന് എന്താണ് സംഭവിക്കുക? 2 ഓപ്ഷൻ ഞാൻ തരാം, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഒന്ന്, ഫസ്റ്റ് ഓപ്ഷൻ, ബാറ്ററിയുടെ വോൾട്ടേജ് കൂട്ടിയാൽ ഇലക്ട്രോൺസിൻ്റെ ഒഴുകുന്നതിൻ്റെ സ്പീഡ് കൂടും. ഇലക്ട്രോൺസ് കൂടുതൽ സ്പീഡിൽ ഒഴുകും. ഇപ്പം മെല്ലല്ലേ പോകുന്നത്, കുറച്ചുകൂടി സ്പീഡിൽ പോകും. അത് ഫസ്റ്റ് ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ, അങ്ങനെയല്ല, വോൾട്ടേജ് കൂടുമ്പോൾ ഇലക്ട്രോൺസിൻ്റെ സ്പീഡൊന്നും കൂടില്ല, കൂടുതൽ ഇലക്ട്രോൺസ് ഒഴുകും. അങ്ങനെയും കറണ്ട് കൂടാലോ. കൂടുതൽ ഇലക്ട്രോൺസ് ഒഴുകി, പെർ ടൈം നോക്കുമ്പോൾ കൂടുതൽ ഇലക്ട്രോൺസ് ഒഴുകി, എവിടെ നിന്നൊക്കെ കുറച്ച് എക്സ്ട്രാ ഇലക്ട്രോൺസ് വന്നിട്ട് അവരും കൂടി ഒഴുകാണെങ്കിൽ ഏതായിരിക്കും കറക്റ്റ് ആൻസർ? കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തേ. ഇതാ ആൻസർ. എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കറക്റ്റ്. നോക്കിക്കേ, ബൾബിൻ്റെ വോൾട്ടേജ് ഞാൻ, ബൾബിൻ്റെ അല്ലെങ്കിൽ ബാറ്ററിയുടെ വോൾട്ടേജ് ഞാൻ കൂട്ടുകയാണ്. 8 വോൾട്ട് നിന്ന് ഞാൻ 42 വോൾട്ട് ആക്കി. എന്താ സംഭവിച്ചത്? ഇലക്ട്രോൺസിൻ്റെ അതേ നമ്പർ ഓഫ് ഇലക്ട്രോൺസേ ഉള്ളൂ, അതേ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് എവിടെ ഉള്ളൂ, എക്സ്ട്രാ ഇലക്ട്രോൺസ് ഒന്നുമില്ല. പക്ഷേ അതേ ഇലക്ട്രോൺസിൻ്റെ ഒഴുക്കിൻ്റെ സ്പീഡ് കൂടി. അങ്ങനെയാണ് കറണ്ട് കൂടിയെന്നെനിക്ക് പറയാൻ പറ്റുമോ? ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൂടിയില്ല, ഒരേ നമ്പർ ഓഫ് ഇലക്ട്രോൺസേ ഉള്ളൂ. 100 ഇലക്ട്രോൺസ് ആണ് നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴും 100 ഫ്രീ ഇലക്ട്രോൺസേ ഉള്ളൂ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ ഒഴുകുന്നതിൻ്റെ സ്പീഡ് ബേസിക്കലി കൂടി. അങ്ങനെയാണ് കറണ്ട് കൂടിയെന്ന് പറയാൻ പറ്റുമോ? നേരെ പറയാൻ പറ്റുമോ? കാരണം കറണ്ട് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ സ്പീഡാണോ? അല്ല. കറണ്ട് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അവിടെ ശ്രദ്ധിക്കണം, കറണ്ട് എന്നാൽ ഇലക്ട്രോണിൻ്റെ സ്പീഡൊന്നും അല്ല. എങ്കിലും നമ്മൾ കറണ്ട് കൂടി എന്ന് പറയാൻ കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കിയോ, കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? കറണ്ട് എന്ന് പറഞ്ഞാൽ ചാർജ് പെർ ടൈം അല്ലെ പെർ സെക്കൻഡ് ഞാൻ നോക്കിയിരുന്ന എത്ര ചാർജ് ഒഴുകിപ്പോയി. അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ ഞാൻ ആലോചിച്ച് നോക്കും മക്കളെ, ഒരു വയറുണ്ട്, വയറിൻ്റെ ഞാൻ സൂം ചെയ്ത് കാണിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഈ ഒരു ഏരിയ ഞാൻ എടുത്തു.
അപ്പോൾ കറണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്ര ആലോചിക്കുന്നുള്ളൂ, ഞാൻ 1 സെക്കൻഡ് വെയിറ്റ് ചെയ്താൽ ഈ ഒരു ഏരിയയിൽ കൂടെ എത്ര ചാർജ് ഒഴുകി. 10 കൂളുമ്പാണെങ്കിൽ 1 സെക്കൻഡിൽ 10 കൂളുമ്പാണെങ്കിൽ ഞാൻ പറയും 10 ആംപിയറാണ് കറണ്ട്. 1 സെക്കൻഡിൽ ഈ ഒരു ഏരിയയിൽ കൂടെ 10 കൂളുമ്പ് ചാർജ് കടന്നു പോയെങ്കിൽ ഞാൻ പറയും ഈ വയറിലെ കറണ്ട് 10 ആംപിയറാണെന്ന് പറയും. കറണ്ടിൻ്റെ കൂടി ആംപിയറാണ്, കൂളുമ്പല്ല. ഓക്കെ, 1 സെക്കൻഡിൽ 20 കൂളുമ്പാണ് അതേ ഏരിയയിലൂടെ പോയെങ്കിൽ ഞാൻ പറയും 20 ആംപിയറാണ് കറണ്ട് എന്ന് പറയും. അപ്പോൾ എൻ്റെ ചോദ്യം, നമ്മുടെ ഈ ചാർജിൻ്റെ സ്പീഡ് കൂടിയല്ലേ ചെയ്ത്, ഇലക്ട്രോൺസിൻ്റെ സ്പീഡല്ലേ അവിടെ കൂടിയത്, അപ്പോൾ കറണ്ട് കൂടിയെന്ന് പറയാൻ പറ്റും ഈ ഡെഫിനിഷൻ പ്രകാരം, നമ്മുടെ ഈ എഴുതിയ ഡെഫിനിഷൻ പ്രകാരം? തീർച്ചയായിട്ടും നിങ്ങൾ ആലോചിച്ച് നോക്കണോ. ഇത് നേരത്തെ കേസിൽ 8 വോൾട്ട് ആയിരുന്നപ്പം, ഇതിപ്പോൾ 7 വോൾട്ടാണ്, 7 വോൾട്ട് ആയിരുന്നപ്പം ഈ ഒരു ഞാൻ ഏതെങ്കിലും സ്ഥലത്ത് ഒരു ഏരിയ എടുത്തു, അതിൽ കൂടെ പെർ സെക്കൻഡ് മോശമില്ലാത്തൊരു ചാർജ് കടന്നു പോയിട്ടുണ്ടാവും. മോശമില്ലാത്തൊരു ചാർജ് ഒരു 2 കൂടുമ്പോൾ കടന്നു പോയിട്ടുണ്ടാവും പെർ സെക്കൻഡ്. പക്ഷേ ഞാൻ വോൾട്ടേജ് കൂടിയപ്പം ഇലക്ട്രോൺസിൻ്റെ സ്പീഡ് കൂടി. അപ്പോൾ അതേ ഏരിയയിൽ കൂടെ ഞാൻ വെയിറ്റ് ചെയ്താൽ 1 സെക്കൻഡിൽ കൂടുതൽ ചാർജ് കടന്നു പോവോ? തീർച്ചയായും 1 സെക്കൻഡിൽ കൂടുതൽ ചാർജ്, 1 2 3 ഒരു 10 കൂടുമ്പൊക്കെ പോവുമായിരിക്കും. അപ്പം ഞാൻ വോൾട്ടേജ് കൂടുമ്പോൾ എന്താ സംഭവിച്ചത് മക്കളെ? വോൾട്ടേജ് കൂട്ടിയപ്പോൾ ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ്. വോൾട്ടേജ് ഞാൻ കൂട്ടിയപ്പോൾ എന്താ സംഭവിച്ചത്? ചാർജിൻ്റെ എണ്ണം കൂട്ടിയിട്ടൊന്നുമില്ല, ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൂട്ടിയിട്ടൊന്നുമില്ല, പക്ഷേ പെർ ടൈം ഒഴുകുന്ന ചാർജിൻ്റെ അളവ് കൂടി. ഈ മൊത്തം സാധനം കൂടി. പെർ ടൈം ഒഴുകുന്ന, പെർ സെക്കൻഡ് ഒഴുകുന്ന ചാർജിൻ്റെ അളവ് കൂടി. പെർ സെക്കൻഡ് കൂടുതൽ ചാർജ് ആ സ്ഥലത്ത് കൂടി പാസ് ചെയ്യാൻ തുടങ്ങി. ദാറ്റ് ഈസ് കറണ്ട് കൂടി. അതായത് ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കേണ്ട, വോൾട്ടേജ് കൂടുമ്പോൾ കറണ്ട് കൂടി. ഇത് ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരുന്നു. പക്ഷേ അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ബേസിക്കലി വോൾട്ടേജ് കൂടുമ്പോൾ ഇലക്ട്രോൺസിൻ്റെ സ്പീഡ് കൂടും. അപ്പോൾ ബാറ്ററി എന്താ ബേസിക്കലി ചെയ്യുന്നത്? ബാറ്ററിയുടെ വോൾട്ടേജ് കൂടുക എന്ന് പറഞ്ഞാൽ എന്താണ്? ബാറ്ററി നിങ്ങൾ എങ്ങനെ ആലോചിച്ചാൽ മതി, ബാറ്ററി എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഉള്ള ഫ്രീ ഇലക്ട്രോൺസ് അങ്ങനെ പുഷ് ചെയ്യുന്ന ആളാണ്. ശരിക്കും ആ പറയുന്നതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്, പക്ഷേ 99% ഓക്കെയാണ്. പുഷ് ചെയ്യുന്ന ആളാണ്. വോൾട്ടേജ് കൂട്ടി എന്ന് പറഞ്ഞാൽ ആ പുഷ് ചെയ്യാനുള്ള കപ്പാസിറ്റി അല്ലെ ഫോഴ്സ് അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആണ്? ആ ഫോഴ്സ് കൂടി. ഇപ്പോൾ വോൾട്ടേജ് 8 വോൾട്ടിൽ നിന്ന് 74 വോൾട്ട് ആകുമ്പോഴത്തേക്കും ഭയങ്കര സ്പീഡിൽ പുഷ് ചെയ്യുക. അപ്പോൾ ഇലക്ട്രോൺസിൻ്റെ സ്പീഡ് കൂടും. ഇലക്ട്രോൺസിൻ്റെ സ്പീഡ് കൂടിയാൽ കറണ്ട് കൂടും. എങ്ങനെയാണ് കൂടുകയെന്ന് ഞാൻ പറഞ്ഞു. പെർ സെക്കൻഡ് കൂടുതൽ ചാർജ് കൊടുക്കും. ഇതാണ് അതിൻ്റെ കറക്റ്റ് സംഭവം. ഇത്ര നിങ്ങൾ മനസ്സിലാക്കേണ്ടതുള്ളൂ. ഇനി ഇത് ഇക്വേഷൻ രൂപത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് V = IR വരുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഇക്വേഷൻ ആക്കുക? ഇപ്പോൾ പണ്ടത്തെ ഓം ചേട്ടായി പറഞ്ഞു വോൾട്ടേജ് കൂടും കറണ്ട് കൂടും. അപ്പോൾ നമുക്ക് മാത്തമാറ്റിക്കലി പറയാം വോൾട്ടേജ് ഈസ് പ്രൊപ്പോർഷണൽ ടു കറണ്ട്. അതിൻ്റെ അർത്ഥം കറണ്ട് കൂടിയാൽ വോൾട്ടേജ് കൂടുന്നതാണോ? അല്ല, വോൾട്ടേജ് കൂടിയാൽ കറണ്ട് കൂടുന്നതാണ് ഉദ്ദേശം. ഇത് 2 രീതിയിൽ വായിക്കാം. കറണ്ട് കൂടിയാൽ വോൾട്ടേജ് കൂടുന്ന വായിക്കാം, വോൾട്ടേജ് കൂടിയാൽ കറണ്ട് കൂടുന്ന വായിക്കാം. പക്ഷേ നമ്മുടെ ഒറ്റ കാര്യം മനസ്സിലാക്കി, വോൾട്ടേജ് കൂടിയാൽ, ബാറ്ററിയുടെ വോൾട്ടേജ് കൂടിയാൽ, പുഷിംഗ് പവർ കൂടിയാൽ കറണ്ട് കൂടും. മനസ്സിലാക്കി. ഇത് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളിതൊരു ഇക്വേഷൻ ആക്കണമെങ്കിൽ, ഈക്വൽ ടു വെച്ച് ഇക്വേഷൻ ആക്കണമെങ്കിൽ നമ്മൾ എഴുതും I × ഒരു കോൺസ്റ്റൻറ്റിനെ അവിടെ ഇടണം. ഒരു K എന്ന് പറഞ്ഞ കോൺസ്റ്റൻറ്റ് ഇട്ടു. ആ K എന്ന് പറഞ്ഞ കോൺസ്റ്റൻറ്റിനെ നമ്മൾ വിളിച്ചു റെസിസ്റ്റൻസ്. ഏതൊരു കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് നിങ്ങൾക്ക് വോൾട്ടേജ് കിട്ടുക. കറണ്ടിനെ ഏതൊരു കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് നിങ്ങൾക്ക് കറക്റ്റ് വോൾട്ടേജ് കിട്ടുക. ആ കോൺസ്റ്റൻറ്റിനെ നമ്മൾ വിളിച്ചു റെസിസ്റ്റൻസ്. ആരുടെ റെസിസ്റ്റൻസ്? ആരുടെ റെസിസ്റ്റൻസ് മക്കളെ? ഈ മൊത്തം സർക്യൂട്ടിൻ്റെ റെസിസ്റ്റൻസ്. അതായത് ഈ വയറുകളുടെയും ബൾബിൻ്റെയും എല്ലാം കൂടെ റെസിസ്റ്റൻസ്. ഓ സാർ അങ്ങനെയായിരുന്നു. അപ്പം ഈ ആക്ച്വൽ റെസിസ്റ്ററിൻ്റെ മാത്രം റെസിസ്റ്റൻസ് അല്ലേ? അല്ല, ഈ മൊത്തം സർക്യൂട്ടിൻ്റെ റെസിസ്റ്റൻസ്. പിന്നെ സാർ നമ്മൾ പൊതുവേ റെസിസ്റ്റൻസ് കാണിക്കുമ്പോൾ ആ റെസിസ്റ്റർ കാണിക്കില്ല. റെസിസ്റ്ററിന് മാത്രമല്ല എടുക്കാറുള്ളൂ, 2 Ohm വയറിന് എടുക്കാറില്ലല്ലോ. അപ്പോൾ നമ്മൾ പൊതുവേ നമ്മൾ അസ്യൂം ചെയ്യുന്നത് എന്താണ്? ഈ വയറിന് ഒന്നും പ്രതിരോധം, റെസിസ്റ്റൻസ് ഇല്ല, അതിലൂടെ കറണ്ട് സുഖമായിട്ട് പോയിക്കോളും. ഈ ബൾബിനോ അല്ലെങ്കിൽ വേറൊരു റെസിസ്റ്റർ എന്ന് പറഞ്ഞ് വെക്കുന്ന റെസിസ്റ്ററിന് മാത്രമേ റെസിസ്റ്റൻസ് ഉള്ളൂ എന്നാണ് പൊതുവേ എടുക്കാറ്. പക്ഷേ ആക്ച്വലി എന്താണ്? ഈ മൊത്തം സർക്യൂട്ടിൻ്റെ റെസിസ്റ്റൻസ് ആണ്. പക്ഷേ നമ്മൾ പൊതുവേ അപ്രോക്സിമേറ്റ്ലി നമ്മൾ എന്ത് ചെയ്യും? ഇതിനൊക്കെ 0 റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കും. എന്നിട്ട് ആ ബൾബിനോ അല്ലെങ്കിൽ റെസിസ്റ്റർ മാത്രമേ റെസിസ്റ്റൻസ് ഉള്ളൂ എന്ന് പറയും. അപ്പോൾ ആ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ വരുന്ന ഒരു കോൺസ്റ്റൻറ്റ് മാത്രമാണ്. ജസ്റ്റ് ആക്ച്വൽ ലോ എന്താണ്? വോൾട്ടേജ് കൂടുമ്പോൾ കറണ്ട് കൂടും. ഇത്രയേ ഉള്ളൂ. ഓക്കെ മക്കളെ, അപ്പോൾ ബേസിക്സ് ആണ് മനസ്സിലായി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് വരാൻ ചാൻസ് ഇല്ല. ചിലപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒന്നും ആലോചിക്കുന്നുണ്ടാവില്ല, +2 എത്തുമ്പോഴായിരിക്കും നിങ്ങൾ ആലോചിക്കുക. നിങ്ങൾക്ക് കുറച്ച് മിസ്കോൺസെപ്ഷൻ വരും, ഒരു ഡൗട്ട് വരും. എന്തൊക്കെയാണ് ഡൗട്ട് എന്ന് അറിയാം? ഫസ്റ്റ്, ഈ വോൾട്ടേജ് കൂട്ടിയാൽ കറണ്ട് കൂടും, റെസിസ്റ്റൻസും കൂടുമോ? കാരണം ഇക്വേഷൻ പ്രകാരം V = IR അല്ലേ? വോൾട്ടേജ് കൂടിയാൽ കുറച്ച് കറണ്ടും കുറച്ച് റെസിസ്റ്റൻസ് കൂടിയാലും ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇത് കൂടിയാൽ അതും ഇത് കുറച്ചുകൂടെ, അതും കുറച്ചുകൂടെ, അങ്ങനെ ഓക്കെ അല്ലേ? അങ്ങനെ പറ്റുമോ? അങ്ങനെ ഒരിക്കലും പറ്റില്ല. വോൾട്ടേജ് കൂട്ടിയാൽ കറണ്ട് കൂടും, റെസിസ്റ്റൻസോ നോ ചേഞ്ച്. റെസിസ്റ്റൻസ് ജസ്റ്റ് ഒരു കോൺസ്റ്റൻ്റ് ആണ് മക്കളെ. അവിടെ
ആക്ച്വൽ ലോ എന്താ പറയുന്നത്? വോൾട്ടേജ് കൂടിയ കറണ്ട് കൂടും, അത്രേ ഉള്ളൂ. റെസിസ്റ്റൻസിന് ഒരു മാറ്റം ഉണ്ടാവില്ല. അപ്പോൾ റെസിസ്റ്റൻസ് സാർ എന്തിനൊക്കെ, അപ്പോൾ അതെന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുക? മക്കളെ റെസിസ്റ്റൻസിൻ്റെ ഫോർമുല നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞ സാധനം, മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടി ഇൻറ്റു ലെങ്ത് ബൈ ഏരിയ. അപ്പോൾ എന്തിനൊക്കെയാണ് റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുക? ഈ റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഏത് മെറ്റീരിയലാണെന്ന് ഉപയോഗിക്കുന്നത്, ഓരോ മെറ്റീരിയലിനും ഒരു റെസിസ്റ്റിവിറ്റി ഉണ്ട്. കോപ്പറിന് റെസിസ്റ്റിവിറ്റി ഉണ്ട്, അലുമിനിയത്തിന് വേറെ റെസിസ്റ്റിവിറ്റി ഉണ്ട്, മരക്കഷ്ണത്തിന് വേറെ റെസിസ്റ്റിവിറ്റി ഉണ്ട്. അപ്പോൾ ആ മെറ്റീരിയലിനെ ഡിപ്പെൻഡ്, അപ്പോൾ മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യും റെസിസ്റ്റൻസ്, യെസ് ഡിപ്പെൻഡ് ചെയ്യും. മെറ്റീരിയൽ ഡിപ്പെൻഡ് ചെയ്യും, വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്യില്ല, മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറിന് ഡിപ്പെൻഡ് ചെയ്യും. ടെമ്പറേച്ചറിനനുസരിച്ച് കോപ്പറിന് തന്നെ റെസിസ്റ്റിവിറ്റി കുറച്ച് മാറും. അപ്പോൾ ടെമ്പറേച്ചറിന് ഡിപ്പെൻഡ് ചെയ്യുന്ന വേണം പറയാം, കുറച്ച് അത് കുറച്ചേ ഉള്ളൂ. പിന്നെ ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. ലെങ്ത്ത് കൂട്ടിയ റെസിസ്റ്റൻസ് കൂടും, ലെങ്ത്ത് കൂടിയ റെസിസ്റ്റൻസ് കൂടും. ഓക്കെ, അപ്പോൾ ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യും, ലെങ്ത്തിനെ കൂടിയ റെസിസ്റ്റൻസ് കൂടും. ഏരിയനെ ഡിപ്പെൻഡ് ചെയ്യും, വയറിൻ്റെ തിക്നെസ്. ഇപ്പോൾ ഏരിയ കുറഞ്ഞ ക്രോസ് സെക്ഷണൽ ഏരിയൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ, മറ്റേ കേർവ്ഡ് സർഫസ് ഏരിയ അല്ല, ക്രോസ് സെക്ഷണൽ ഏരിയ. അപ്പോൾ ഇതാണ് വയറെങ്കിൽ ഈ ഇവിടെയുള്ള ഏരിയ ഇല്ലേ, ഈ തടി തിക്നെസ്, ആ ഏരിയയാണ്. ആ ഏരിയ കൂട്ടിയ റെസിസ്റ്റൻസ് കുറയും. അപ്പോൾ ഏരിയനെ ഡിപ്പെൻഡ് ചെയ്യും. ബേസിക്കലി ആ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടീസിനെ ഡയമെൻഷനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക. മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടീസിനെ ഡയമെൻഷൻസ്, ലെങ്ത്തും ഏരിയനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുക. എന്തിന് ഡിപ്പെൻഡ് ചെയ്യില്ല? വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. അപ്പോൾ നിങ്ങൾ വോൾട്ടേജ് എത്ര കൂട്ടിക്കോ, ബൾബിൻ്റെ റെസിസ്റ്റൻസ് മാറ്റാൻ പോകുന്നില്ല. ബൾബിൻ്റെ റെസിസ്റ്റൻസ് മാറണമെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ വേറെ ബൾബ് കൊണ്ട് വെക്കണം, അല്ലെങ്കിൽ ബൾബിൻ്റെ മെറ്റീരിയൽ മാറ്റണം, അല്ലെങ്കിൽ ലെങ്ത് മാറ്റണം. അതിൻ്റെ ഉള്ളിലുള്ള വയറിൻ്റെ ടങ്സ്റ്റൻ്റെ വയറുണ്ടാവില്ല, അതിൻ്റെ ലെങ്ത് മാറ്റി, അല്ലെങ്കിൽ ക്രോസ് സെക്ഷണൽ ഏരിയ മാറ്റി, അല്ലെങ്കിൽ അതിന് ടങ്സ്റ്റൻ മാറ്റി വേറെ എന്തെങ്കിലും കോപ്പർ വയർ കൊണ്ട് വെക്കുക. അപ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസ് മാറും. അല്ലാണ്ട് വോൾട്ടേജ് കൂട്ടിയത് കൊണ്ട് വയറിൻ്റെ റെസിസ്റ്റൻസ് മാറാനില്ല, വോൾട്ടേജ് കൂട്ടിയതുകൊണ്ട് കറണ്ട് കൂടും. ക്ലിയർ ആണല്ലോ? റെഡി? അപ്പോൾ അത് ക്ലിയർ ആയി വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാവുക, സാർ വോൾട്ടേജ് കൂട്ടിയോണ്ട് റെസിസ്റ്റൻസ് പറഞ്ഞില്ല, അപ്പോൾ റെസിസ്റ്റൻസ് കൂട്ടിയാലോ? റെസിസ്റ്റൻസ് കൂട്ടാലോ, ലെങ്ത് കൂട്ടിയിട്ടോ ഏരിയ കുറച്ചിട്ടോ റെസിസ്റ്റിവിറ്റി കൂട്ടിയിട്ടോ റെസിസ്റ്റൻസ് കൂട്ടാലോ. അപ്പോൾ എന്താ സംഭവിക്കുക? അപ്പോൾ വോൾട്ടേജിൻ്റെ എഫക്റ്റ് എന്തായിരിക്കും? അപ്പോൾ വീണ്ടും ഇക്വേഷൻ എഴുതി വെക്കുക. V is equal to IR ഇക്വേഷനിൽ I is equal to എന്തായിരിക്കും? V/R ആയിരിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ജസ്റ്റ് ലൈക്ക് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടിയും ഡയമെൻഷൻസിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ, അതുപോലെ തന്നെ വോൾട്ടേജ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ? വോൾട്ടേജ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? കറണ്ടിനെയും റെസിസ്റ്റൻസിനും എന്നല്ല. വോൾട്ടേജ് നിങ്ങൾ കടയിൽ പോയി കൊണ്ടുവന്ന ബാറ്ററി ഇല്ലേ, ആ ബാറ്ററിയുടെ സ്പെസിഫിക്കേഷനെ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ, ബാറ്ററിയുടെ സ്പെക്സിനെ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. നിങ്ങൾ കടയിൽ പോയി കൊണ്ടുവന്ന ബാറ്ററി 10 വോൾട്ടിൻ്റെ ബാറ്ററി ആണെങ്കിൽ നിങ്ങൾക്ക് 10 വോൾട്ടേജ് കിട്ടും. അത് റെസിസ്റ്റൻസ് എന്താണോ കറണ്ട് എന്താണോ നിങ്ങൾ നോക്കേണ്ട ആവശ്യം. നിങ്ങൾ കടയിൽ പോയിട്ട് വാങ്ങിച്ച 10 വോൾട്ട് ആണെങ്കിൽ, ആക്ച്വലി 10 വോൾട്ട് ആണെങ്കിൽ 10 വോൾട്ട് കിട്ടില്ല, 9.9 ഒക്കെ കിട്ടുള്ളൂ. പക്ഷേ എന്താണോ കിട്ടിയത് അതിനൊരു കാരണമുണ്ട്, കുറച്ച് കുറവേ കിട്ടുള്ളൂ. പക്ഷേ അത് പോട്ടെ, നമുക്ക് അതില്ലാന്ന് വിചാരിക്കാം, ആ ഡിഫറൻസ് ഇല്ലാന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് 10 വോൾട്ട് ബാറ്ററി 10 വോൾട്ട് കിട്ടിക്കോളും. അത് ഏത് ബൾബ് നിങ്ങൾ ഉപയോഗിച്ചു ഒന്നും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല, ബാറ്ററിയുടെ വോൾട്ടേജിനെ ഡിപ്പെൻഡ്. ബാറ്ററി 10 വോൾട്ട് കൊടുക്കും, അത് വെച്ചിട്ട് എത്ര കറണ്ട് ഉണ്ടാക്കും എന്നുള്ള കാര്യം അത് തീരുമാനിച്ചോണം, സർക്യൂട്ട് തീരുമാനിച്ചോണം. അപ്പം അതിൻ്റെ അർത്ഥം റെസിസ്റ്റൻസ് കൂട്ടിക്കൊണ്ടെന്നാണ് വോൾട്ടേജ് മാറുമോ? നിങ്ങൾ റെസിസ്റ്റൻസ് കൂട്ടിക്കോ, വോൾട്ടേജ് ഒരു വ്യത്യാസം ഉണ്ടാവില്ല, വോൾട്ടേജ് അങ്ങനെ തന്നെ നിൽക്കും. അപ്പോൾ സാർ എന്ത് സംഭവിക്കും? ഇതിങ്ങനെ തന്നെ നിന്നാൽ താഴത്താളം കൂടിയാൽ ആൻസർ കുറയില്ലേ? V/R താഴത്താൾ കൂടിയാൽ ആൻസർ കുറയില്ല. ആൻസർ എന്താണ്? കറണ്ട്. അപ്പോൾ കറണ്ട് കുറയും. റെസിസ്റ്റൻസ് കൂട്ടിയാൽ കറണ്ട് കുറയും, പക്ഷേ വോൾട്ടേജ് എന്താണ്? നോ ഡിഫറൻസ്, നോ ചേഞ്ച്. വോൾട്ടേജ് ബാറ്ററിയുടെ സ്പെസിഫിക്കേഷനെ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. വോൾട്ടേജ് കൂട്ടിയാൽ കറണ്ട് കൂടും, റെസിസ്റ്റൻസിന് വ്യത്യാസം ഉണ്ടാവില്ല. റെസിസ്റ്റൻസ് കൂട്ടിയാൽ കറണ്ട് കുറയും, വോൾട്ടേജിന് ഡിഫറൻസ് ഉണ്ടാവില്ല. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ വോൾട്ടേജും റെസിസ്റ്റൻസും എന്ന് പറഞ്ഞാൽ 2 നോബ് പോലെയാണ്. ആ നോബ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ നോബ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കറണ്ടിനെ കൂട്ടുകയോ കുറയ്ക്കുകയും ചെയ്യാം. ഇത് കൂട്ടിയാൽ കറണ്ട് കൂടും, ഇത് കുറച്ചാൽ കറണ്ട് കുറയും. റെസിസ്റ്റൻസ് ഒരു നോബ് പോലെയാണ്. റെസിസ്റ്റൻസ് കൂട്ടിയാൽ കറണ്ട് കുറയും, അത് വെച്ചിട്ട് നമുക്ക് കറണ്ടിനെ അഡ്ജസ്റ്റ് ചെയ്യാം. റെസിസ്റ്റൻസ് കുറച്ചാൽ കറണ്ട് കൂടും. പക്ഷേ ഇത് കൂട്ടിയാൽ ഇതിനൊരു എഫക്റ്റ് ഉണ്ടാവില്ല. കാരണം ഇത് കൂട്ടിയാൽ ഇതിനെന്തെങ്കിലും എഫക്റ്റ് ഉണ്ടാവേണ്ട. ഇത് മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടി ഡയമെൻഷനിൽ ഡിപ്പെൻഡ് ചെയ്യുക. വോൾട്ടേജ് കൂട്ടിയോണ്ട് അത് മാറാൻ പോകുന്നില്ല, ഇത് കൂട്ടിയോ കുറച്ചുകൊണ്ട് വോൾട്ടേജ് മാറാൻ പോകുന്നില്ല. ഇവർ തമ്മിൽ ബന്ധമില്ല. അപ്പോൾ ഇത് 2 നോബാണ്. ഈ 2 നോബ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കറണ്ടിനെ മാറ്റാൻ പറ്റും. ഇനി ആംഗിളിൽ നിങ്ങൾക്കുള്ളൊരു ചോദ്യം ബാക്കി ഉണ്ടാവുക എന്താണ്? സാർ അപ്പോൾ കറണ്ട് കൂട്ടിയാൽ വോൾട്ടേജ് കൂടുമോ? അല്ല, അങ്ങനെ ചോദ്യം വരാം. കറണ്ട് കൂട്ടിയാൽ വോൾട്ടേജ് കൂടും. ആൻസർ എന്താണ്? കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് നോക്കിയാൽ കൂടുമോ? ആലോചിച്ച് നോക്ക്. കറണ്ട് റിസൾട്ടാണ്. കറണ്ട് എന്താണ്? ഒരു റിസൾട്ടാണ്. ആരുടെ? 2 പേരുടെ, ഇവർ 2 പേരും ചേരുമ്പോൾ ഉണ്ടാകുന്ന റിസൾട്ടാണ്. അതായത് ബേസിക്കലി നിങ്ങൾ വോൾട്ടേജ് കൂട്ടിയ കറണ്ടിനെ നിങ്ങൾക്ക് കൂട്ടാം, റെസിസ്റ്റൻസ് കൂട്ടിയാലും കറണ്ടിനെ കുറയ്ക്കാം, റെസിസ്റ്റൻസ് കുറച്ചാൽ കറണ്ടിനെ കൂട്ടാം. അതല്ലാണ്ട് കറണ്ടിനെ നിങ്ങൾക്ക് കൂട്ടാനോ കുറയ്ക്കാനോ പറ്റില്ല.
അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കും സാർ കറണ്ട് കൂടിയാൽ വോൾട്ടേജ് കൂടുമോ എന്നുള്ള ചോദ്യത്തിന് അർത്ഥമില്ല. കാരണം ഞാൻ ചോദിക്കും കറണ്ട് എങ്ങനെ കൂടിയെന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ പറയണം ഒന്നെങ്കിൽ വോൾട്ടേജ് കൂടിയിട്ടാവണം, അല്ലെങ്കിൽ വോൾട്ടേജ് കുറഞ്ഞിട്ടാവണം, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് കുറഞ്ഞിട്ടാവണം, റെസിസ്റ്റൻസ് അങ്ങനെ ഞാൻ ചോദിക്കും. അല്ലാണ്ട് കറണ്ട് കൂടുന്നതിന് ഒരു അർത്ഥമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ കറണ്ട് കൂടിയത് കൊണ്ട് റെസിസ്റ്റൻസ് കുറയോ? ഇവരാരോ ചേഞ്ച് ചെയ്തത് കൊണ്ടാണ് കറണ്ട് കൂടുക കുറേ ചെയ്തത്. അപ്പോൾ കറണ്ട് കൂട്ടുക എന്ന് പറയുന്നതിന് അർത്ഥമില്ല. എങ്ങനെയാണ് നിങ്ങൾ കറണ്ട് കൂട്ടുന്നത്? ഒന്നെങ്കിൽ നിങ്ങൾക്ക് വോൾട്ടേജ് കൂട്ടി കറണ്ട് കൂട്ടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം റെസിസ്റ്റൻസ് കുറച്ചിട്ട് കറണ്ട് കൂട്ടാം. അല്ലാണ്ട് വെറുതെ എനിക്കൊരു സർക്യൂട്ടിലെ കറണ്ട് കൂട്ടാൻ പറ്റില്ല. ഈ 2 നോബ് അഡ്ജസ്റ്റ് ചെയ്തിട്ടേ എനിക്ക് കറണ്ടിനെ കൂട്ടാനോ കുറയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കറണ്ട് ഒരു റിസൾട്ട് മാത്രമാണ്. അല്ലാണ്ട് അതിനെ പോയിട്ട് നിങ്ങൾക്ക് വെറുതെ കറണ്ട് കൂട്ടുക ഇതിനൊന്നും മാറ്റാണ്ട് കറണ്ട് അങ്ങോട്ട് കൂട്ടാം, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. കാരണം കറണ്ട് എങ്ങനെ കൂടുക അല്ലെ കുറയുക? ഇവരെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ്. ആരെങ്കിലും ഒരാൾ അഡ്ജസ്റ്റ് ചെയ്താൽ വേണം, 2 പേരും കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. പക്ഷേ ഇവരെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ 2 നോബ് തിരിച്ചിട്ടേ നിങ്ങൾക്ക് ഇതിനെ മാറ്റാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇത് വെറുതെ മാറില്ല എന്നുള്ള ഒരു മിസ്കോൺസെപ്ഷൻ ചിലപ്പോൾ ഇപ്പോൾ ഉണ്ടാവില്ല, കോഴ്സൊക്കെ നാളെ കഴിയുമ്പോൾ വരും. അപ്പോൾ അതിൻ്റെ ഉത്തരം ചിലപ്പോൾ ആരും പറയാനുണ്ടാവില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ പഠിപ്പിച്ചത്. അപ്പോൾ ഈ മൊത്തം കാര്യം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നത്. എങ്ങനെയാണ് കറണ്ട് കൂടുന്നത്, എന്താണ് ഇവർ തമ്മിലുള്ള ആക്ച്വൽ റിലേഷൻ, എന്തിനൊക്കെയാണ് റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുക, എന്തിനാണ് വോൾട്ടേജ് ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ ക്ലിയർ ആയി വിചാരിക്കും. തീർച്ചയായും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓൾസോ ഇതുപോലത്തെ കോൺസെപ്റ്റ് ക്ലിയർ ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോ നിങ്ങൾക്ക് ഇനി ആവശ്യമുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഒരു 50-100 അടുത്ത് കമൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെപ്പറ്റി ആലോചിക്കാം. അത്രേ പറയാനുള്ളൂ. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.